നമ്മുടെ ഫീഡ്ബാക്കിന് വേണ്ടി ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. ഈ പേപ്പറിലാണ് യാത്രക്കാരുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനുള്ള സംവിധാനം ഈ ബസ്സിലും ഉണ്ടാവും. ഇത് നാളെ മുതൽ ട്രയൽ ആരംഭിക്കും. കൊല്ലം ജില്ലയിലാണ് തുടങ്ങുന്നത്. പത്തനാപുരത്ത് തുടങ്ങും, പിന്നെ കൊട്ടാരക്കര, കോന്നി, അതെല്ലാം കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം ജില്ല തിരുവനന്തപുരത്തേക്ക് വരും. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ഒരു മലയോര മേഖലയിലൂടെ ഓടിച്ചു നോക്കും. പിന്നെ സിറ്റിക്കകത്തും ഓടിച്ചു നോക്കും. സിറ്റിയിൽ ഇലക്ട്രിക് ബസ്സിലേക്ക് മാറുകയാണ്. ഇലക്ട്രിക് ബസ്സും വലിയ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ ശരാശരി 2500 രൂപ ഒരു ബസ്സിന് കിട്ടിയിരുന്നത് ഇന്ന് 6500 മേളിലേക്ക് കയറ്റി. ഷെഡ്യൂളെല്ലാം റീഷെഡ്യൂൾ ചെയ്തു. മൊത്തം ഓടുന്ന വണ്ടികളിൽ 4 വണ്ടി മാത്രമേ 27 രൂപയ്ക്ക് താഴെ ഏണിങ്സ് പെർ കിലോമീറ്റർ ഉള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും റേറ്റ് കൂടിയിരിക്കുകയാണ്. എല്ലാം ഏതാണ്ട് 47, 48, 35 മുകളിൽ ധാരാളം വണ്ടികൾ. മിക്കവാറും ഈ 4 വണ്ടി മാത്രമേ ഉള്ളൂ. അത് നമ്മൾ റീഷെഡ്യൂൾ ചെയ്യും. ബാക്കി എല്ലാ വണ്ടി 150ഓളം വണ്ടികളുണ്ട് അല്ലേ. 150 വണ്ടിയിൽ 4 വണ്ടി ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടിയും അവരെ ശരാശരി ഒരു വണ്ടിയുടെ കളക്ഷൻ 2-3 മാസം മുമ്പ് നമുക്കുണ്ടായിരുന്നത് 2000 രൂപ 2100 രൂപ ആയിരുന്നു. ഇപ്പോൾ അത് 6000 രൂപയ്ക്ക് മുകളിലേക്ക് കയറിയിരിക്കുകയാണ് ഓരോ ബസ്സിനും കളക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഒരു ചെറിയ സ്നാക്സിൻ്റെ ഒരു സംവിധാനം പുതിയ ബസ്സിലുണ്ടായിരുന്നു. അതെ, പിന്നെ ഈ നഗരക്കാഴ്ച എന്നുള്ള നമ്മുടെ ഡബിൾ ഡെക്കറിലും ഫുഡ് വെള്ളവും കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. വളരെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സ്നാക്സാണ് കൊടുക്കുന്നത്. അത് വളരെ വിജയകരമായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞു, ഈ ബസ് സ്റ്റേഷനിൽ ട്രാക്ക് ഉണ്ടാകും ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി. അതൊരു പാലായിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ട പ്രകാരമാണ്. മാത്രമല്ല അനൗൺസ്മെന്റുകളും ഉണ്ടാവും അവർക്കറിയാൻ വേണ്ടി എവിടെയാണ് വണ്ടി കിടക്കുന്നത് എന്നുള്ള അനൗൺസ്മെന്റ് കൃത്യമായി. മാത്രമല്ല ഞങ്ങളുടെ കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയാകുമ്പോഴേക്കും ഒരു 3-4 മാസത്തിനുള്ളിൽ ഡിജിറ്റലായിട്ട് തന്നെ റെയിൽവേയിൽ പറയുന്ന പോലെ എഴുതി കാണിക്കുന്ന എന്താണോ അത് അനൗൺസ്മെന്റിൽ വരുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആപ്പിൽ തന്നെ അറിയാൻ പറ്റും. അവർക്ക് ഈ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ട KSRTC ബുക്കിംഗ് ആപ്പ് അവർക്ക് ഫ്രണ്ട്ലി അല്ല എന്ന അഭിപ്രായമാണ്. അതുകൊണ്ട് അതിന്റെ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിക്കൊണ്ട് കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് അത് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു ആപ്പാക്കി മാറ്റുകയാണ്. അതിൽ ബുക്കിംഗ് എല്ലാം റിസർവേഷൻ എല്ലാം അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അതിലും മാറ്റങ്ങൾ വരുത്തും. ഒരു കാര്യം കൂടി, ഈ ഇതുമായി ബന്ധപ്പെട്ടല്ല, CITU ഇന്ന് വീണ്ടും താങ്കൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗതാഗത പരിഷ്കാരങ്ങളുടെ പേരിൽ. ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടക്കുമോ? ഇല്ല, ഗതാഗത പരിഷ്കാരങ്ങൾ ചർച്ചകൾ നിങ്ങളെല്ലാം പങ്കെടുത്ത് വളരെ സന്തോഷമായിട്ടല്ലേ പിരിഞ്ഞു. മാറി പറയുന്നില്ല, ഞാൻ സത്യസന്ധമായിട്ട് കാര്യം ചെയ്തിട്ടുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതിനുവേണ്ടി ആരും അല്ല, അവര് പറയുന്ന പോലെ അല്ല, അവര് വിട്ടല്ലോ. യോഗത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിങ്ങളെല്ലാവരും അവിടെ വന്നവരാണ്. അല്ല, നിങ്ങളെല്ലാവരും അവിടെ വന്നവരാണ്. നിങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ എന്താ പറഞ്ഞ എല്ലാ അതിനകത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഫീഡ്ബാക്കിന് വേണ്ടി ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. ഈ പേപ്പറിലാണ് യാത്രക്കാരുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനുള്ള സംവിധാനം ഈ ബസ്സിലും ഉണ്ടാവും. ഇത് നാളെ മുതൽ ട്രയൽ ആരംഭിക്കും. കൊല്ലം ജില്ലയിലാണ് തുടങ്ങുന്നത്. പത്തനാപുരത്ത് തുടങ്ങും, പിന്നെ കൊട്ടാരക്കര, കോന്നി, അതെല്ലാം കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരും. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ഒരു മലയോര മേഖലയിലൂടെ ഓടിച്ചു നോക്കും. പിന്നെ സിറ്റിക്കകത്തും ഓടിച്ചു നോക്കും. സിറ്റിയിൽ ഇലക്ട്രിക് ബസ്സിലേക്ക് മാറുകയാണ്. ഇലക്ട്രിക് ബസ്സും വലിയ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ ശരാശരി 2500 രൂപ ഒരു ബസ്സിന് കിട്ടിയിരുന്നത് ഇന്ന് 6500 മേളിലേക്ക് കയറ്റി. ഷെഡ്യൂളെല്ലാം റീഷെഡ്യൂൾ ചെയ്തു. മൊത്തം ഓടുന്ന വണ്ടികളിൽ 4 വണ്ടി മാത്രമേ 27 രൂപയ്ക്ക് താഴെ ഏണിങ്സ് പെർ കിലോമീറ്റർ ഉള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും റേറ്റ് കൂടിയിരിക്കുകയാണ്. എല്ലാം ഏതാണ്ട് 47, 48, 35 മുകളിൽ ധാരാളം വണ്ടികൾ. മിക്കവാറും ഈ 4 വണ്ടി മാത്രമേ ഉള്ളൂ. അത് നമ്മൾ റീഷെഡ്യൂൾ ചെയ്യും. ബാക്കി എല്ലാ വണ്ടി 150ഓളം വണ്ടികളുണ്ട് അല്ലേ. 150 വണ്ടിയിൽ 4 വണ്ടി ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടിയും അവരെ ശരാശരി ഒരു വണ്ടിയുടെ കളക്ഷൻ 2-3 മാസം മുമ്പ് നമുക്കുണ്ടായിരുന്നത് 2000 രൂപ 2100 രൂപ ആയിരുന്നു. ഇപ്പോൾ അത് 6000 രൂപയ്ക്ക് മുകളിലേക്ക് കയറിയിരിക്കുകയാണ് ഓരോ ബസ്സിനും കളക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഒരു ചെറിയ സ്നാക്സിൻ്റെ ഒരു സംവിധാനം പുതിയ ബസ്സിലുണ്ടായിരുന്നു. അതെ, പിന്നെ ഈ നഗരക്കാഴ്ച എന്നുള്ള നമ്മുടെ ഡബിൾ ഡെക്കറിലും ഫുഡ് വെള്ളവും കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. വളരെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സ്നാക്സാണ് കൊടുക്കുന്നത്. അത് വളരെ വിജയകരമായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞു, ഈ ബസ് സ്റ്റേഷനിൽ ട്രാക്ക് ഉണ്ടാകും
ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി. അതൊരു പാലായിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ട പ്രകാരമാണ്. മാത്രമല്ല ഇനി അനൗൺസ്മെന്റുകൾ ഉണ്ടാവും അവർക്കറിയാൻ വേണ്ടി എവിടെയാണ് വണ്ടി കിടക്കുന്നത് എന്നുള്ള അനൗൺസ്മെന്റ് കൃത്യമായി. മാത്രമല്ല ഞങ്ങളുടെ കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയാകുമ്പോഴേക്കും ഒരു 3-4 മാസത്തിനുള്ളിൽ ഡിജിറ്റലായിട്ട് തന്നെ റെയിൽവേയിൽ പറയുന്ന പോലെ എഴുതി കാണിക്കുന്ന എന്താണോ അത് അനൗൺസ്മെന്റിൽ വരുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആപ്പിൽ തന്നെ അറിയാൻ പറ്റും. അവർക്ക് ഈ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ട KSRTC ബുക്കിംഗ് ആപ്പ് അവർക്ക് ഫ്രണ്ട്ലി അല്ല എന്ന അഭിപ്രായമാണ്. അതുകൊണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ മാറ്റം വരുത്തിക്കൊണ്ട് കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു ആപ്പാക്കി മാറ്റുകയാണ്. അതിൽ ബുക്കിംഗ് എല്ലാം റിസർവേഷൻ എല്ലാം അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അതിലും മാറ്റങ്ങൾ വരുത്തും. മനസ്സിലായി. ഒരു കാര്യം കൂടി, ഈ ഇതുമായി ബന്ധപ്പെട്ടല്ല, CITU ഇന്ന് വീണ്ടും താങ്കൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗതാഗത പരിഷ്കാരങ്ങളുടെ പേരിൽ. ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടക്കുമോ? ഇല്ല, ഗതാഗത പരിഷ്കാരങ്ങൾ ചർച്ച കഴിഞ്ഞ് നിങ്ങളെല്ലാം പങ്കെടുത്ത് വളരെ സന്തോഷമായിട്ടല്ലേ പിരിഞ്ഞത്. മാറി പറയുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ട് കാര്യം ചെയ്തിട്ടുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതിനുവേണ്ടി ആരും അല്ല, അവര് പറയുന്ന പോലെ അല്ല, അവര് വിട്ടല്ലോ. യോഗത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിങ്ങളെല്ലാവരും അവിടെ വന്നവരാണ്. അല്ല, നിങ്ങളെല്ലാവരും അവിടെ വന്നവരാണ്. നിങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ എന്താ പറഞ്ഞത്, എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് പിരിയുന്നത്. മന്ത്രി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സഹകരിച്ചു എന്ന് പറഞ്ഞു. ഈ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇൻസ്ട്രക്ടർ വേണം എന്ന് പറയുന്നത്. അതവിടെ വെച്ച് പറഞ്ഞാണ്, അംഗീകരിച്ചാണ്, ഒപ്പിട്ടാണ്. ഇൻസ്ട്രക്ടറെ കൊണ്ടുവരൂ. ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് ഭയപ്പെടണം? ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഇൻസ്ട്രക്ടർ വേണമെന്ന് മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയും. ഞാൻ പറഞ്ഞല്ല. ആ ഇൻസ്ട്രക്ടർ എവിടെ? ആ ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ വേറെ എന്താ തർക്കം? അതിനകത്ത് വേറെ ഒന്ന് 100 പേർക്ക് വെച്ച് ലൈസൻസ് കൊടുക്കും. അത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മുമ്പാകെ സമർപ്പിക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കട്ടെ. ഒരു ദിവസം 250 ലൈസൻസ് കൊടുക്കാം. ഇതുപോലുള്ള ലൈസൻസുകൾ മതി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ സമ്മതിക്കും. നമ്മൾ ക്ഷമ പറഞ്ഞുകൊണ്ട് ഇത് പിൻവലിക്കും. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനങ്ങളില്ല. സമരം എന്ന് പറയുന്നത് സമരം ഒത്തുതീർപ്പാകുമ്പോൾ നിങ്ങളെല്ലാം കണ്ടതാണ്. മാറി പറയുന്നവർക്കാണ് നാണക്കേട്. ഞാനിപ്പോഴും മാറി പറഞ്ഞിട്ടില്ല. എന്താണോ അന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി സമരം പിൻവലിക്കുന്നു എന്ന് ഒപ്പിട്ട് തന്നത്, ആ വ്യവസ്ഥയിൽ പറഞ്ഞ ഒരു അക്ഷരം പോലും മാറ്റി ഇറങ്ങിയിട്ടില്ല. കൃത്യമായ ഉത്തരവാണ്. എന്ത് നിർബന്ധം പറഞ്ഞാലും ശരി, ഞാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല ലൈസൻസേ കൊടുക്കാവൂ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം തന്നിട്ടുണ്ട്. ഞാനതനുസരിച്ചു. ഈ സ്വകാര്യ വാഹനങ്ങളിൽ പഠിച്ചിട്ട് ടെസ്റ്റ് എഴുതുന്നവർക്ക് അപ്പോൾ ഇൻസ്ട്രക്ടറുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും തീരുമാനം എടുക്കുക? അല്ല, അത് പിന്നെ ഇൻസ്ട്രക്ടർ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർക്ക് ഇൻസ്ട്രക്ടർ മതി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ല, സ്വകാര്യ വാഹനത്തിൽ വരുന്നവർക്ക് വീട്ടിലിരുന്ന് എന്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ പഠിച്ചു വന്നാൽ എനിക്ക് ഇൻസ്ട്രക്ടർ ആവശ്യമില്ല. പക്ഷേ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ത്രൂ ഡ്രൈവിംഗ് സ്കൂൾ വരുമ്പോൾ ഇൻസ്ട്രക്ടർ ഉണ്ടാകണം. ഇൻസ്ട്രക്ടർ ഇല്ലാത്ത ഡ്രൈവിംഗ് സ്കൂളിന് അംഗീകാരം ഉണ്ടാവില്ല. അതിനൊരു സംശയം വേണ്ട. അതാണ് അടുത്ത ഐറ്റം. അതൊന്നും ഒറ്റപ്പെട്ട സംഭവമില്ല. ഇപ്പൊ നിങ്ങളിൽ എത്ര പേരാണ് ഡ്രൈവിംഗ് സ്കൂളിൽ പോകാതെ നേരിട്ട് ലൈസൻസ് എടുക്കാൻ ചെന്നവരായിരിക്കുകയാണ്? വെറുതെ പറയുന്നില്ലേ? നമ്മൾ ഒരു ചെറിയ ന്യായങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അത്തരം വിവാദത്തിലേക്ക് താല്പര്യമില്ല. അതിൽ വിവാദമില്ല. ഇതിൽ സമരത്തിന്റെ കാര്യമില്ല. ആരുടെയും അന്നം മുട്ടിയിട്ടില്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളും അടച്ചുപൂട്ടേണ്ടി വന്നിട്ടില്ല. എന്താണ് ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വരുത്തി തീർത്ത് പറയുന്ന കുഴപ്പം ആര് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സത്യത്തിന്റെ കൂടെ നിൽക്കും. അല്ല, ചർച്ച കഴിഞ്ഞല്ലോ. ഇല്ല, ചർച്ച ചെയ്യേണ്ട എല്ലാം ഒത്തുതീർപ്പായി കഴിഞ്ഞു. പിന്നെ എന്തോന്ന് ചർച്ച? അതിൽ ആർക്കും സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അതിലൊന്നും അഭിപ്രായം പറഞ്ഞില്ല. അല്ല, ഇനി ചർച്ചയുടെ കാര്യമില്ല. എന്ത് ചർച്ച? ഇൻസ്ട്രക്ടർ വേണ്ടെന്നുള്ള ചർച്ച വേണോ? നിങ്ങൾ പറയും. ഈ ദയവ് ഇതൊരു കാര്യം മനസ്സിലാക്കും. ഈ ചോദ്യം ചോദിക്കുന്നവര്, ഈ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ആൾ പല സ്ഥലത്തുമില്ല. 15 ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഇൻസ്ട്രക്ടർ തലയാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പല മാന്യന്മാരുടെയും സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്, ഫ്രെയിം ചെയ്ത് പിടിച്ചെടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് വെറുതെ കള്ളം പറയുന്നതല്ല. വരും ദിവസങ്ങൾ കണ്ടുപിടിച്ച് തരുമ്പോൾ നിങ്ങൾ അത് അംഗീകരിച്ചാൽ മതി. വെറുതെ അവർ പറയുന്നിട്ട് ചോദ്യം ചോദിക്കേണ്ട. രാഷ്ട്രീയം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നോക്കണ്ട. ഞാനുള്ള കാര്യം പറഞ്ഞു, സ്നേഹമായിട്ട് പറഞ്ഞു. സത്യമേ ചെയ്യൂ. സത്യം വിട്ടൊരു കളിയില്ല. അത് നല്ലൊരു ലൈസൻസ് കൊടുക്കുക എന്നുള്ള നിങ്ങളുടെയും എന്റെയും നിങ്ങളുടെയൊക്കെ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരുടെ മക്കൾക്കും ഇത് ബാധകമാണ്. എന്നോട് പലരും പറയാറുണ്ട്, എന്റെ കുഞ്ഞ് വണ്ടി ബസ്സിടിച്ച് മരിച്ചു. സാറേ, നേരത്തെ ഒന്നും നിർത്തിയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് KSRTC മദ്യപാനം നിർത്തിയതിന്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയാം? 7 പേരെ 8 പേരെ 6 പേരെ ഒരു ദിവസം കൊല്ലുമായിരുന്നു. KSRTC ഷിഫ്റ്റും കൂടെ ഇടിച്ചു കൊല്ലുമായിരുന്നു. അത് കുറഞ്ഞു 1ലേക്കും 2ലേക്കും 0യിലേക്കും വന്നു എന്നത് അഭിമാനകരമായ ഒരു നേട്ടമായി കാണുന്നു. പുതിയ CMD വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശമാണ് മദ്യപാനം. അതിനും എഴുതി തന്നിട്ടുണ്ട്, മദ്യപാനം അനുവദിക്കണമെന്ന്. എടുക്കാൻ പറ്റുമോ? മദ്യപിച്ച് KSRTC ബസ് ഓടിക്കാൻ അനുവദിക്കാൻ ജനങ്ങളെ സമ്മതിക്കില്ല. ഒരു തർക്കം അക്കാര്യത്തിൽ വേണ്ട. അതൊന്നും നടക്കില്ല. ഓരോ ജീവനും വിലയുണ്ട്. ഈ റോഡിൽ ഇറങ്ങുന്ന ഓരോ ആളുകളുടെയും, പണക്കാരനെയും പാവപ്പെട്ടവന്റെയും എല്ലാവരുടെയും ജീവന് വിലയുണ്ട്. വേറെ സന്തോഷവാർത്തോട് പറയാം, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത്, ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം തുടങ്ങിയ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് അവര് പറയുന്നത്. ഈ ഇൻസ്ട്രക്ടർ ഇവിടെയാണ് ഈ തിയറി ക്ലാസ് എടുക്കുന്ന സ്ഥലം. ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ സ്ഥലം?
ചോദിക്കുന്നവര് ഇത് കേട്ടുകൊണ്ടെന്ന് എന്നോട് ചോദിക്കുന്നവർ അങ്ങനെ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ഇപ്പൊ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ വരുന്നുണ്ട്. അവിടെ തിയറി ക്ലാസ് എടുക്കുന്ന സ്ഥലം, അവിടെ റോഡ് നിയമങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രൊജക്ടർ, സ്ക്രീൻ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. മാത്രമല്ല സിമുലേറ്റർ ഉണ്ടാവും. അതിലെ ഡ്രൈവിംഗ് പഠിപ്പിക്കും ബേസിക് ആയിട്ട് ആദ്യം. എന്നിട്ടേ കാറിലോട്ട് കയറ്റുള്ളൂ. കാറും സ്കൂട്ടറും എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. സിമുലേറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം വരും. അത് ഒരു ഫുൾ സിംഗിൾ ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. കണ്ടതിന് ശേഷം ഈ സൗകര്യങ്ങളെല്ലാം അവർക്കുണ്ടെങ്കിൽ ഏതിനെ അംഗീകരിക്കാം. നമ്മൾ പറ്റില്ല, മോശമായ ലൈസൻസ് കൊടുക്കാമെന്നാരും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു അപകടകരമായ കാര്യങ്ങൾ ചെയ്യരുത്, അതുകൊണ്ട് അതിനൊന്നും വഴങ്ങാൻ പാടില്ല, കൃത്യമായ ലൈസൻസേ കൊടുക്കാൻ പാടുള്ളൂ. ഡ്രൈവിംഗ് അറിയാവുന്ന ഒരു വണ്ടി ഓടിച്ചാൽ അദ്ദേഹത്തിന്റെ നിലപാട്, ആ നിലപാട് തന്നെയാണ് എന്റെ നിലപാട്. വെറുതെ ആൾക്കാരടുത്ത് വെറുതെ ആൾ കേൾക്കുന്ന ജനങ്ങൾ പരിഹസിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു ഏതെങ്കിലും ഒരു ലൈസൻസ് ആരെങ്കിലും എവിടെങ്കിലും വെച്ച് എഴുതി കൊടുത്താൽ മതി എന്ന് ചിന്തിക്കുന്നവരല്ല സുഹൃത്ത്. നിങ്ങൾക്കൊന്ന് പബ്ലിക്കിനോട് ചോദിക്കാം, അവർ പറയട്ടെ. ഈ പലരും ഈ KSRTC ബസ് ഇടിച്ച് മരിച്ചവരുടെ ഒരു കുടുംബം, ഒരു അമ്മ എന്നോട് പറഞ്ഞു, സാറേ ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്ന എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടേനെ. 6 പേര് 7 പേരാണ് ഒരു ദിവസം KSRTC മാത്രം ഇടിച്ചു കൊണ്ടത്. ഇപ്പൊ 2, 1, 0, പിന്നെ അങ്ങോട്ട് വന്ന് ഇടിച്ച് മരിക്കുന്നതാണ് പല കേസ്. വണ്ടി ഉറങ്ങിയിട്ടൊക്കെ വന്നിട്ട് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുന്ന സംഭവങ്ങളാണ് പലരും. ഇതിന് പല പ്രശ്നങ്ങളുണ്ട്. ഈ അപകടം പറ്റുന്നവരെ കുടുംബം തകരുന്നതോടൊപ്പം KSRTC തകരും. ഇതൊക്കെ കേസ് പറയുമ്പോഴത്തേക്കും ഒരുപാട് പൈസ, ഡാമേജുകൾ വളരെ വലുതാണ്. അപ്പോൾ നമ്മളതൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല. മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക, ഇന്നലെ മദ്യപിച്ചതല്ലേ ഇന്ന് മണം വന്നാലോ. പിന്നെ ചിലർ പറയുന്നത് രഹസ്യമായിട്ടൊന്ന് പരിശോധിച്ചിടുന്നത്. രഹസ്യമായിട്ടാണോ പോലീസ് റോഡിൽ പരിശോധിക്കുന്നത്? നമ്മൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചു വന്നാൽ ഊതിക്കും. ഇത് എളുപ്പമുള്ള കാര്യമാണ്. വെറുതെ ആവശ്യമില്ലാത്ത ന്യായങ്ങൾ പറയരുത്. ഈ തരത്തിൽ നല്ലൊരു ലൈസൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അഭിപ്രായത്തോട് കേരളത്തിലെ ജനങ്ങൾ അനുകൂലിച്ചിട്ടുണ്ട്. അതിൽ മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും പറയാം, ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങോട്ട് വന്നൊരു കാര്യം പറയാറില്ല. നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ പറയുന്നത്. ഇത് വളരെ ദുഃഖകരമാണ്. ഒരു നന്മ ചെയ്യാൻ അനുവദിക്കുക പ്ലീസ്. മാധ്യമങ്ങളോട് ജനങ്ങൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാൻ. എനിക്ക് ഡ്രൈവിംഗ് സ്കൂളില്ല സ്വന്തമായിട്ട്, എന്റെ ബന്ധുക്കൾക്കുമില്ല. സാർ, പെട്രോൾ വാഹനങ്ങളുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൽ കുറച്ചും കൂടി കർശനമാക്കി നിയമങ്ങൾ. അത് പലരും അറിഞ്ഞിട്ടില്ല എന്നാണ് ചിലർ പരാതിപ്പെടുന്നത്. അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറയാൻ പറ്റും? നമുക്ക് അറിയണ്ടേ? നിയമമല്ലേ അത്. ഞാൻ കർശനമാക്കിയൊന്നുമല്ല. വ്യാജ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചില പേരുകൾ ചിലർ കാണിച്ചിരുന്നു, അതിൽ കർശനമായി. അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു മാറ്റം ഞാൻ വന്നതിന് ശേഷം നമ്മൾ പൊല്യൂഷന്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും വരുത്തില്ല. ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല. നിലവിലുള്ള നിയമാനുസൃതമായി പരിശോധന നടത്തുമ്പോൾ ചിലരുടെ സോഫ്റ്റ്വെയർ വളരെ മോശം. പിന്നെ ഒരു പൊല്യൂഷൻ പരിശോധിക്കുന്ന കെട്ടിടം 2ാം നിലയിൽ വെച്ചാൽ മൃഗാശുപത്രി 2ാം നിലയിൽ വെക്കുന്ന പോലെയുള്ളൂ. പൊല്യൂഷൻ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലം താഴെ തന്നെയായിരിക്കും. പിന്നെ ഒരു വണ്ടി വന്നാൽ അടുത്ത ഒരാളുടെ പുരയിടത്തിലിട്ടിട്ടാണോ പൊല്യൂഷൻ പരിശോധിക്കുന്നത്? വണ്ടി നിബന്ധനയിൽ പറയുന്നുണ്ട് 2 വണ്ടികൾ, ഒരു വലിയ വണ്ടിയും ഒരു ചെറിയ വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഈ സെന്ററിൽ ഉണ്ടാകണം. തെറ്റാണോ അത്? ഇത് നിയമത്തിൽ പറയുന്ന കാര്യമാണ്. ഞാൻ നിയമത്തിൽ പറയുന്ന കാര്യമാണ്. എന്റെ സ്വന്തം അഭിപ്രായമില്ല ഇതിലൊന്നും. എന്റെ സ്വന്തം അഭിപ്രായം. ഇൻസ്ട്രക്ടർ വീട്ടിലിരിക്കും, പിന്നെ ഇൻസ്ട്രക്ടർ ഇല്ലാതെ നടത്തിക്കൊണ്ട് ഞാനോട്ടെ പരീക്ഷയ്ക്ക് നമ്മൾ കലോത്സവത്തിന് പറഞ്ഞു നമ്മളെ ഡാൻസ് പഠിപ്പിച്ച് പാട്ട് പഠിപ്പിച്ച് ടീച്ചർമാരെല്ലാം കൂടുതൽ നമ്മളെ കുഞ്ഞ് എങ്ങനെ പെർഫോം ചെയ്യുമെന്നറിയാം. എന്റെ കുഞ്ഞിനോട് അനീതി കാണിച്ചോന്നറിയാനില്ലേ അവർ പോകുന്നത്? അല്ലാതെ അവർക്ക് വേറെ സമയമില്ലാത്തതുകൊണ്ടാണോ? അല്ല, വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ പഠിപ്പിച്ച കുട്ടി നന്നായി പെർഫോം ചെയ്യുമെന്ന് അറിയാനുള്ള അവകാശം ഒരു ഗുരുവിനുണ്ട്. ഇവര് ദക്ഷിണയൊക്കെ വാങ്ങിക്കുന്നത് ഈ ഇൻസ്ട്രക്ടർക്ക് ഒരു സംഭാവന കൊടുക്കും. ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. എന്നെ കേൾക്കുന്ന നിങ്ങളാരും ഇല്ലെങ്കിലും എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ആശാൻ ഫീസ് വാങ്ങിക്കും 500 രൂപ. അതൊക്കെ വാങ്ങിക്കുമ്പോൾ ആശാൻ കൂടെ പോകണ്ടേ? ആശാൻ ഫീസ് വാങ്ങിക്കുമ്പോൾ ആശാൻ കൂടെ പോകണം. അതിലൊരു തർക്കമില്ല. അത് നിയമത്തിൽ പറയുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? എന്റെ സ്ഥാപനത്തിൽ ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ ആ ആളിനെ ആ സൈറ്റിൽ കൊണ്ടുവരാൻ എന്തിനും നമ്മൾ നാണിക്കണം? സത്യസന്ധമായിട്ട് അവർ പറയട്ടെ. എല്ലായിടത്തും ഒരു പരിശോധന വയ്ക്കാം. എല്ലായിടത്തും ഇൻസ്ട്രക്ടർ ഉണ്ടോ? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ AME ആയി ജോലി ചെയ്യുന്ന MBA ജോലി ചെയ്യുന്ന പലരെയും ചിത്രങ്ങൾ പണ്ട് സർവീസ് കയറുന്നതിന് അവർ കൊടുത്തത് അവർ ഫ്രെയിം ചെയ്ത് വെച്ചു. ഈ ഒരു ഫാർമസിക്ക് ഒരു ഫാർമസിസ്റ്റ് വേണമെന്ന നിബന്ധന പോലെയാണ് ഈ കാര്യത്തിൽ. ഞാൻ വെറുതെ പറയുന്നത്. അല്ലാതെ അനാവശ്യമായ ആരുടെ തലയിലും എന്താണ് ഇൻസ്ട്രക്ടർ ഇല്ലാത്ത എന്താ? അതിനെന്തിനാ സമരം ചെയ്യുന്നത്? അതിലൊരു ഒരു നന്മയുണ്ടോ? ഒരു നന്മയുണ്ടോ ഈ സമരത്തിൽ? ഇൻസ്ട്രക്ടറെ വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ സ്കൂളിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ആരാണ് കോളേജിൽ നമുക്ക് സൂപ്പർവിഷൻ വരുന്നത്? വെളിയിൽ നാൾ വരുന്നത് പഠിപ്പിച്ച സാറന്മാരൊക്കെ തന്നെ വരുന്നു. അല്ലെങ്കിൽ വേറെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ വരും. വേണ്ടേ സൂപ്പർവൈസർക്ക് വേണ്ടി? ഉത്തരവാദിത്തം നിന്ന് ആരും ഒഴിഞ്ഞു പോകുന്നത് ഇതൊന്നൊരു സമരത്തിനുള്ള കാരണമല്ല. അത് ഈ ഇൻസ്ട്രക്ടർ വരണം എന്ന് പറഞ്ഞ കടലാസിൽ CITUവിന്റെ പ്രതിനിധി ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ അവരോട് തർക്കിക്കുന്നത്? ആരോടും തർക്കിക്കുന്നത്. എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്. എതിർപ്പുണ്ടെങ്കിൽ അത് ആകെ എതിർപ്പ് പ്രകടിച്ച് 23 വർഷം വേണം എന്നാവശ്യപ്പെട്ടു വണ്ടിക്ക്. അത് പറ്റില്ല, 18 വർഷമാക്കി കൊടുക്കാം. അത് ഞാൻ
CITU പ്രതിനിധി ആ യോഗത്തിൽ ആവശ്യപ്പെട്ട ഒരു ഇത് പ്രമോജ അന്ന് അഡീഷണൽ TC ആണ്, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ടായിരുന്നു, വളരെ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ. അപ്പോഴേ CITUവിൻ്റെ പ്രതിനിധി ആവശ്യപ്പെട്ടത് 23 വർഷമായി വർദ്ധിപ്പിച്ചു തരണം. അത് ബുദ്ധിമുട്ടാണ്, 15 എന്നുള്ളൊരു 18 ആക്കി തരാം എന്ന്. ഇതെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പരിഗണനയിരിക്കുകയാണ്. ശരി ഏത് തെറ്റ് ഏതെന്ന് ഇനി അവസാനം ഹൈക്കോടതി എന്നൊരു തീരുമാനം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകുന്ന തീരുമാനം ഈ സംസ്ഥാനത്ത് നടക്കില്ല. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഒരു യൂട്യൂബർമാരെന്ന് ഞാൻ പറയാം, യൂട്യൂബിലുള്ള പരിപാടി വണ്ടി വെച്ച് വരില്ല. വണ്ടി വെച്ച് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് യൂട്യൂബിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഇത് കാണുന്ന വേറെ തലമുറയുണ്ട്. അവരിതൊക്കെ ഈ കാണിക്കുന്ന മോശം പരിപാടികളൊക്കെ നല്ലതാണെന്ന് തെറ്റിദ്ധരിച്ച് അവരെയും കൂടി അപകടത്തിലേക്ക് കൊണ്ടുപോകാം. നമ്മൾ കണ്ടല്ലോ, ഒരു ഡോറിലിരുന്ന് കുറച്ച് കുട്ടികൾ പോയി, അവരെ ശാസിച്ചു, അവരെ സേവനത്തിന് വിട്ടു, അവർ സ്നേഹത്തോടെ പോയി വയ്ക്കും. അത് കണ്ടുകൊണ്ട് അടുത്ത ബാച്ച് തൊട്ടടുത്ത താലൂക്ക് ഇതേ കുറ്റകൃത്യം ചെയ്യാം. ഇന്നലെ മൂന്നാറിൽ ഒരാൾ ഇതേ കുറ്റം ചെയ്യാം. നമ്മൾ ഉപദേശിച്ച് വിട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് മൂന്നാറിലും മറ്റും പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ ആളുടെ മുൻ യൂട്യൂബുകൾ പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ലൈസൻസിനായിട്ട് എന്ത് തീരുമാനിക്കണമെന്ന് RTOമാർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട്. അവരത് പരിശോധിക്കും. മാത്രമല്ല യൂട്യൂബിനെ അറിയിക്കും. അതായത് മോശമായ സന്ദേശം സമൂഹത്തിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാനും നിയമലംഘനങ്ങൾ നടത്താനും പ്രോത്സാഹിപ്പിക്കുന്നവരെ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യും. മാത്രമല്ല അത്തരത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കും. ഇനി അങ്ങനെ ചെയ്താൽ, മോട്ടോർ വെഹിക്കിൾ നിയമം ലംഘിച്ച് ഇതുപോലുള്ള ഷോകൾ കാണിച്ചാൽ കർശനമായ നടപടിയായിരിക്കും. എൻഫോഴ്സ്മെന്റിനെ അടക്കം അറിയിക്കും. നടപടിയൊക്കെ ചെയ്യുന്ന വകുപ്പുകളൊക്കെ ഉണ്ട്. അറിയിച്ചാൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയ മുഴുവൻ പൈസയും സർക്കാർ കണ്ടുപിടിക്കും. യൂട്യൂബ് അവരെ ബ്ലോക്ക് ചെയ്യുന്നു. ഇതിനൊക്കെ ഇവിടെ നിയമമുണ്ട്. എടുത്ത് പ്രയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. എടുത്ത് പ്രയോഗിപ്പിക്കരുത് എന്ന സ്നേഹത്തോടെ യൂട്യൂബിൽ ഈ വേലയെ കാണിക്കുന്നു. അരിയാക്കി എത്രയോ നല്ല കാര്യങ്ങൾ യൂട്യൂബിൽ ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അതിനെ കണ്ടുപഠിക്കും. നിയമലംഘനം, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട നിയമലംഘനം നടത്തി യൂട്യൂബിൽ ഇനി ആര് വന്നാലും നടപടി ഉപദേശവും സേവനവും മാത്രമൊന്നും ആയിരിക്കില്ല എന്ന് എനിക്ക് ഓർമ്മിക്കാം.